എന്നായിരുന്നു. ഞാൻ രാജിവെച്ചു. സത്യമെന്താണെന്ന് പഠിക്കാൻ വേണ്ടി ചെന്നപ്പോൾ വഹാബിയുടെ ചുവയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആട്ടി അവഹേളിച്ചു വിടുന്ന ഘട്ടമുണ്ടായി. രാജിവെച്ചു. അങ്ങനെ സ്വതന്ത്രമായി കുറെ നാൾ നിന്നു. ഒരു പള്ളിയുടെ ഇമാമായതുകൊണ്ട് കേരളത്തിലെ ഇമാമുമാർക്ക് നേതൃത്വം നൽകുന്ന കേരള ഇമാംസ് കൌൺസിലിൽ പ്രവർത്തിച്ചു. അതിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി സേവനം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വിനീതനായ ഞാൻ ഇക്കഴിഞ്ഞ ജൂൺ മാസം 5-ാം തീയതി കരുനാഗപ്പള്ളിയിൽ നടന്ന അൽ കൗസർ ഉലമാ കൌൺസിൽ സംഘടിപ്പിച്ച പണ്ഡിത സംഗമത്തിൽ ഒരു പ്രഭാഷകനായിട്ടെത്തുന്നത്. ഞാൻ അവിടെ ഒരു ആശംസാ പ്രസംഗകനായിട്ടെത്തുകയായിരുന്നു, ഇമാം കൌൺസിലിന്റെ ജനറൽ സെക്രട്ടറിയായിട്ട്. അവിടെ നടന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ചുഴലി അബ്ദുള്ള മൗലവിയുടെ പ്രഭാഷണമുണ്ട്. അതിന്റെ മുന്നേയായിട്ട് തന്നെ അൽ കൗസർ ഉലമാ കൌൺസിലിന്റെ സംസ്ഥാന പ്രസിഡന്റാകുന്ന EM സുലൈമാൻ മൗലവി അൽ കൗസരിയുടെ സുന്നത്തും ബിദ്അത്തും എന്ന വിഷയത്തിലുള്ള പഠന ക്ലാസുമുണ്ട്. വേദിയിൽ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തിയത് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ കൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രഭാഷണം കഴിഞ്ഞിട്ട് സുലൈമാൻ മൗലവി വിഷയാവതരണം നടത്തി. സുലൈമാൻ മൗലവി നിറഞ്ഞു നിൽക്കുന്ന സദസ്സിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട്, സദസ്സിനെ നോക്കിക്കൊണ്ട്, സദസ്സിൽ സാധാരണക്കാരല്ല നിറഞ്ഞു നിന്നത്, മറിച്ച് ദക്ഷിണ കേരളത്തിലെ തലയെടുപ്പുള്ള പല പണ്ഡിതന്മാരും ഒരുമിച്ചുകൂടി ആ സദസ്സിനെ നോക്കിക്കൊണ്ട് സുന്നത്തും ബിദ്അത്തും അവതരിപ്പിക്കാൻ തുടങ്ങി. ഒരു മുജാഹിദുകാരൻ പറയുന്നതിലും അപ്പുറമായിട്ടാണ് എന്നെ ഞാനാക്കി മാറ്റിയ, അല്ലെങ്കിൽ ഈ പണ്ഡിത വേദിയിൽ ഇരിക്കുന്ന പണ്ഡിതന്മാരെ ഞങ്ങളാക്കി മാറ്റിയ ദക്ഷിണ കേരളത്തിലെ തലയെടുപ്പുള്ള ഒരു പണ്ഡിതൻ നിന്നുകൊണ്ട് സുന്നത്തും ബിദ്അത്തും അവതരിപ്പിച്ചു. അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ട് ചോദിച്ചു, ആ പ്രസംഗത്തിലൂടെ ചോദിച്ചു, മരിച്ച മനുഷ്യന്റെ മുന്നിൽ ഇരുന്ന് ഖുർആൻ ഓതുന്നതിന് അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ മഹാനായ പ്രവാചകന്റെ അനുയായികളായ സ്വഹാബത്തോ ചെയ്തതായിട്ടൊരു ഹദീസെങ്കിലും ഉദ്ധരിക്കാൻ കഴിയുമോ, ഒരു തെളിവെങ്കിലും നൽകാൻ കഴിയുമോ എന്ന് അദ്ദേഹം ചോദിച്ചു.